ഇതിരിക്കട്ടെ. കുറച്ച് കോഴിക്കോടൻ അലുവയാ മേടിച്ചോ മുത്തേ. അടുത്ത വരവിന് അനക്ക് ഞമ്മള് കോഴി ബിരിയാണി വെക്കുന്നുണ്ട്. ഗിൽഗേഷേ, ഓ വണ്ടി എടുക്ക്, കാണാം. ഓനാ വീണെടുത്ത് വായിക്കണത് കണ്ടാന്റെ ബഷീറെ വേറൊന്നും കാണാൻ പറ്റൂല. ബാക്കിയുള്ളതെല്ലാം അലിഞ്ഞില്ലാണ്ടാവും. ഓനും മോന്റെ ആ വീണയും മാത്രം. അത് വീണയല്ലേക്കാ, ഗിറ്റാറാണ്. എന്തായാലും എന്താ, അത് വായിക്കണേലാണ് അതിന്റെ മുഞ്ച്. സാർ, ഞാൻ ഗ്ലിഗേഷ്. സാറിന്റെ പഞ്ചാരപ്പാട്ട് എനിക്ക് പെരുത്ത് ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, വൈഫിനും കുട്ടികൾക്കും ഒക്കെ. ആന്ന് ബടി വണ്ടി ഒന്ന് നിർത്തോ? ഓ, അതിനെന്താ? എന്റെ പണി പാളി. ആ ഹാജിയാർക്ക് എന്നോട് പ്രേമോടാ. നീ എവിടെ ഗെയിം കളിച്ചിരിക്കണ കോപ്പേ? അല്ലാണ്ട് പിന്നെ ഐ ആം സീരിയസ് ഡ്യൂഡ്. ആ ശരി, ഞാൻ വിളിക്കാം. എന്റെ പുറകെ കൂടിയേക്കണ കാക്കയാണ്, അല്ലാണ്ട് അനുഷ്കയല്ല. എടാ സത്യം പറ, അയാൾ നിന്നെ വല്ലതും ചെയ്തോ? ഇയാളെ ആരാന്ന് നിനക്കറിയോ? ഡോൺ. വിളിക്കുമ്പോ ചെന്നില്ലെങ്കിൽ നൈസായിട്ട് കില്ലി തള്ളയും പടി. അയാൾ എന്നെ എന്താ വിളിക്കണെന്നറിയോ നിനക്ക്? മുത്തേന്ന്. അത് നീ കണ്ട് ലോവേസ്റ്റ് കിട്ടി നടന്നിട്ടല്ലേ? മച്ചനെ മുടി കത്തി പിടിക്കുമ്പോ ഷഡ്ഡി ഊരല്ലേ? നിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരാൾക്കേ പറ്റൂ. ആർക്ക്? ആ ഹാജിയാർക്ക് തന്നെ. നമുക്ക് പോയി സംസാരിക്കാം. എന്തേ പോവല്ലേ? സ്ഥലം എവിടെയെന്ന് പറഞ്ഞ? കുണ്ടന്നൂർ. ഹാജിയാരെ ഡീൽ ചെയ്യാൻ പോയ തടിയനെയും കാത്ത് ആ ചെമ്മീൻ കമ്പനിയിൽ ഞാൻ പേടിച്ച് നിന്ന്. പരന്തു കഹാനി മേ ട്വിസ്റ്റ്. കോഴിക്കോട്ടെ കാക്കാമാരൊക്കെ ഈ മറ്റേ ഇടപാടുകാരാന്ന് വിചാരിച്ചാ? ഈയാണോ ഈ ന്യൂ ജനറേഷൻ? ഞാനല്ല. വേണ്ടാത്തോടത്തേക്കാണല്ലോ എന്റെ ആലോചന. ഞാൻ ഒരു ഡൗട്ട്. ചവിട്ടങ്ങ് വെച്ച് തന്നണ്ടല്ല മോനെ കേമ സണ്ണിക്കുട്ടാ. ഞമ്മക്കിഷ്ടായത് എന്റെ സംഗീത, അല്ലാണ്ട് സംഗതി അല്ല. താജുദ്ദീൻ വടകരയ്ക്കും കൊല്ലം ഷാഫിക്കും ശേഷം പിന്നെ സണ്ണി ജോസ് പ്രകാശ്. നമ്മുടെ പിള്ളേരല്ലേ, അത് നമ്മൾ വിട്ടെടുക്കണേ. എന്നാ അന്നെ ഞമ്മക്ക് വിടാൻ കഴിയൂല. എന്താച്ചാ അന്റെ ആ നെയ്ച്ചോറ് അത് ഞമ്മക്ക് പെരുത്ത് പിടിച്ചെടുക്കണം. എന്താച്ചാ അത് ഞമ്മളാ വാക്കാതെ ഞാൻ യൂസ് ചെയ്യാറില്ല ഇപ്പൊ. പോയിട്ട് വരി. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നു. എന്താ സുഖം. പുരുഷനെ ആദമെന്നും സ്ത്രീയെ ഹൗവ എന്നുമാണ് ദൈവം വിളിച്ചത്. ആദത്തിനും ഹൗവയ്ക്കും വേണ്ടി ദൈവം ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. പുഞ്ചിരിച്ചു നിൽക്കുന്ന ഈ ടെൻഷൻ അടിച്ചിരിക്കുന്ന പയ്യനാണ് ഫ്ലാഷ് ബാക്കിൽ ഞാൻ. എൻ്റെ ജീവിതത്തിലെ അന്നുവരെ സംഭവിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോണ സമയം. ദ മൊമെൻറ്റ്. നീനു തോമസ്, റോൾ നമ്പർ 16 5B, ക്ലാസ് ഫസ്റ്റ്. നടി അമലയുടെ മുഖം, ലില്ലിപ്പൂവിൻ്റെ മണം,
പൊളി ഗിറ്റാറിസ്റ്റ്. GCD എന്നീ 3 കോഡുകൾ മാത്രം അറിയാവുന്ന എന്നെ വെച്ച് നോക്കുമ്പോൾ ഒരു റോക്ക് സ്റ്റാർ. പറുദീസ എന്താണ്? ആൻഡ് അബവ് ഓൾ ദാറ്റ്, പുലർച്ചെ കുർബാനയ്ക്ക് കുളിച്ചിട്ട് വരുന്ന ഒരേ ഒരു പെൺകുട്ടി. സണ്ണി ജോസ് പ്രകാശ് ഹാഡ് fallen in love for the first time in history. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് ഡാഡിയോട് പറഞ്ഞു കൊടുക്കും. പണി നൈസായിട്ട് പാളി. ബിക്കോസ് അവൾ ഈ പറഞ്ഞ ഡാഡി എൻ്റെ ക്ലാസ് ടീച്ചറാണ്, തോമസ് സാറ്. ആ കുട്ടിച്ചാത്തനാണെങ്കിൽ പിള്ളേരെ പിച്ചാൻ വേണ്ടി മാത്രം നഖം വളർത്തു. ഞാൻ പെട്ടു. പിന്നെ എനിക്ക് അവനെ വിളിക്കേണ്ടി വന്നു, എൻ്റെ കസിനെ, ലൂക്ക് ജോൺ പ്രകാശിനെ. Look, John. I must tell my daddy about this. ഫ്രണ്ട്സ് ചീത്ത വഴിക്ക് നടക്കുമ്പോൾ ഗുഡ് ഷെപ്പർഡായി നല്ല വഴിക്ക് നയിക്കേണ്ടത് മറ്റുള്ള ഫ്രണ്ട്സ് അല്ലേ? I will tell this to my daddy. ഹായ് ഡിങ്കൻ, ഒറ്റപ്പാണോ? ഓക്കെ, നെവർ റിപ്പീറ്റ് ദിസ്. 4 ഡിങ്കൻ ഒട്ടിപ്പോ നെയിം സ്ലിപ്പ് കോഴ കൊടുത്തോണ്ട് തടിയൻ എൻ്റെ ആദ്യത്തെ പെണ്ണിയെ സ്വതുക്കി. അവൻ എൻ്റെ പേരപ്പൻ്റെ മോനാണെങ്കിലും എന്നേൽ അവന് 2 വയസ്സ് കൂടുതലാണെങ്കിലും ഒരിക്കലും ഞാൻ അവനെ ചേട്ടാ എന്ന് വിളിച്ചിട്ടില്ല. പക്ഷേ അന്ന് ഞാൻ വിളിച്ചുപോയി. ചേട്ടാ, ചേട്ടനാണ് ചേട്ടാ, ചേട്ടൻ. അമ്മിനെ പിടിക്കാതെ എൻ്റെയും തടിയൻ്റെയും ഒരു രാഷ്ട്രീയ കുടുംബമാണ്. ഞങ്ങളുടെ അപ്പാപ്പൻ പ്രകാശ് പാലക്കൽ കൊച്ചിയുടെ ആദ്യത്തെ മേയറായിരുന്നു. മച്ചാൻ സെറ്റ് ചെയ്ത പാർട്ടിയാണ് പ്രകാശ് കോൺഗ്രസ്, ചിഹ്നം പെട്രോമാക്സ്. അപ്പാപ്പൻ്റെ മരണശേഷം പാർട്ടിയുടെ ചുക്കാൻ പിടിക്കുന്നത് ഇവരാണ്. പ്രകാശം പരക്കട്ടെ. തടിയൻ്റെ അപ്പൻ ജോൺ പ്രകാശും എൻ്റെ അപ്പൻ ജോസ് പ്രകാശും. ഈ പ്രകാശ് കോൺഗ്രസിലെ മെമ്പേഴ്സിന് ചില പ്രത്യേകതകളുണ്ട്. ചുണ്ടിന് മേൽക്കൂര മാതിരി മീശ, അലക്കി തേച്ച കതറും, പിന്നെ പോക്കറ്റിലൊരു കറുത്ത ഡയറിയും, ചെറിയൊരു പേനയും സൈഡിൽ, UP സ്കൂൾ ഹെയർ സ്റ്റൈലും. പിന്നെ അവരുടെ മാരക ആയുധം, നൈദില്ലിയിൽ നിന്ന് വരുത്തിക്കുന്ന നോട്ടിൻ്റെ മണമുള്ള പെർഫ്യൂം. ഒരുമിച്ച് സ്ലോ മോഷനിലൊക്കെ നടക്കുമെങ്കിലും രണ്ടുപേർക്കും ഇതുവരെ കൊച്ചിയുടെ മേയർ ആവാൻ സാധിച്ചിട്ടില്ല. ഈ പ്രകാശ് ബ്രദേഴ്സ് കോട്ടയംകാരികളും സിസ്റ്റേഴ്സുമായ റോസി മോളെയും മേരി മോളെയും കെട്ടി. ക്വയറ്റ് നാച്ചുറലി അതിനുശേഷം തടിയനും ഞാനും ഉണ്ടായി. ഇതിനിടയിൽ ലൂക്കാച്ചൻ കൈവിട്ട് വളരുന്നത് നാട്ടിലും വീട്ടിലും ചർച്ചയായി. സ്കൂളിൽ വെച്ചാണ് അവൻ ആ പേര് വീണത്. നീ പോടാ വാളിയാ. ജോസേ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് അറിയാമോ? എന്താണ് ചേട്ടായി? കോമഡിയാണ്, കോമഡി. എന്ത് വലിയ പ്രശ്നമുണ്ടെങ്കിലും കോമഡി അടിച്ച് ഈസി ആയിട്ട് ഊരിപ്പോരാ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഐറ്റം എന്താണെന്ന് മനസ്സിലായില്ലേ? അതും ശരിയാണ്.
ലൂക്കാച്ചൻ്റെ തടി അപ്പന്മാർക്ക് ചിലപ്പോൾ അപമാനമായി. ലൂക്ക പോയി ഷർട്ട് എടുത്തിട്ട്. മറ്റു പലരും അവൻ്റെ തടി കൊണ്ട് ചില പ്രയോജനങ്ങളും കണ്ടു. റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്മസ് ആഘോഷത്തിന് നമ്മുടെ തടിയൻ ചെക്കനെ സാന്റാക്ലോസ് ആക്കാനൊന്ന് വിട്ടുതരണം. അല്ല ജോൺ സാറേ, ഇതൊരു ദൈവകാര്യല്ലയോ? പിന്നെ ഈ പ്രച്ഛന്ന വേഷം ഒരു കലയും അല്ലേ? ഈ കമലാസനൊക്കെ. പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും ലൂക്കാച്ചനായി ഞങ്ങളുടെ ഒഫീഷ്യൽ ക്രിസ്മസ് പപ്പാഞ്ഞി. ലൂക്കാടെ തടി കൊണ്ട് നാണക്കേടായ പേരപ്പൻ ഒരിക്കൽ ഒരു ഡിസിഷൻ എടുത്തു. ജോസേ, ഇവൻ വളർന്ന് പുര നിറയാറായി. ഇപ്പോഴെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവൻ ഇവിടം തിന്നു മുടിക്കും. അതും ശരിയാണ്. ദേ, എല്ലാവരോടുമായിട്ട് ഞാൻ പറയാണ്, ഇന്നു മുതൽ ഇവന് കൃത്യം 2 നേരം ഭക്ഷണം, അതും അരവയറ്. എന്റെ ലൂക്കാച്ചൻ വന്ന് അമ്മാമ്മയെ ചോറുതാന്ന് പറഞ്ഞ ഞാൻ കൊടുക്കും. നീ പോടാ, നീ തിന്നോടാ ലൂക്ക. അതും ശരിയാണ്. അതേറ്റു. തടിയൻ്റെ ഭക്ഷണകാര്യത്തെക്കുറിച്ച് പിന്നെ വീട്ടിൽ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പ്രകാശ് ഭവനിൽ അമ്മാമ്മയുടെ വാക്ക് ഫൈനലാണ്. 2 മരുമക്കൾ വന്നു കയറിയതോടെ അടുക്കള അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പകലുറങ്ങിയ അമ്മാമ്മ രാത്രി ഡ്യൂട്ടി ഏറ്റെടുത്തു. നൈറ്റ് ആയാൽ അമ്മാമ്മ ആക്റ്റീവ് ആകും, എംബ്രോയ്ഡറി ചെയ്യും, നല്ല ഫുഡുണ്ടാക്കി തടിയന് കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ അമ്മാമ്മയ്ക്കൊരു പേരിട്ടു, ദ നൈറ്റ് റൈഡർ. പേരെ കേട്ട ഉടനെ ചുമ്മാ അതറുതില്ല. നൈറ്റ് റൈഡർ രജനീകാന്തിന്റെ കട്ട ഫാനായിരുന്നു. இன்னொரு தடவை இந்த பக்கம் நான் உன்னை பார்த்த இடத்துலயே குழி தோண்டி புதைச்சிடுவேன். പുറമെ കാണാൻ ആളിത്തിരി റഫ് ആൻഡ് ടഫാണെങ്കിലും ഉള്ളിലൊരു തങ്കക്കുടമാണ്. നൈറ്റ് റൈഡർ ലൂക്കാച്ചനെ മനസ്സിലാക്കിയ പോലെ വേറെ ഒരാളും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സന്തോഷവും സങ്കടമൊക്കെ ഏറ്റവും ആദ്യം ഷെയർ ചെയ്യുന്നത് അമ്മാമ്മയായിട്ടായിരുന്നു. അങ്ങനെ തടിയൻ നൈറ്റ് റൈഡറിൻ്റെ തണലിൽ നന്നായി കഴിച്ചു വളർന്നു. സ്വന്തം ടിഫിൻ അവൻ ഷെയർ ചെയ്യണത് അന്ന് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട്. എനിക്ക് അപ്പം തന്നെ ഉറപ്പായി ദേ ആർ ഇൻ ലവ്. പിന്നെ ഒരിക്കൽ കരുത്തനായ നമ്മുടെ ലവർ ആൻ മേരിയെ ഷോർട്ട് പുട്ടിൻ്റെ ലോകത്തേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി. അവളെ ഊഞ്ഞാലാട്ടാനും അവനെ പറ്റിയിരുന്നുള്ളൂ. മിക്കി മൗസ്. ലൂക്ക, ഇത് ആരോടും പറയൂലല്ലോ? ഇല്ല, പ്രോമിസ്. അപ്പോൺ ഗോഡ്? ഗോഡ് പ്രോമിസ്. അവൻ ആണുങ്ങളുടെ മാനം കാത്തു. ആരോടും അത് പറഞ്ഞില്ല. എടാ സണ്ണി, ആൻമേരി താടിക്കാരനില്ലേ, മിക്കി മൗസിന്റെ പ്രിന്റ് ഉള്ള ഷഡ്ഡി ഉണ്ടടാ. നീ കണ്ടോ? എപ്പോ? ഊഞ്ഞാലാടി ഇപ്പം. മീൻവൈൽ പ്രകാശ് ബ്രദേഴ്സ് അപ്പാപ്പൻ്റെ ഒരു സ്റ്റാച്ചുവിന് വേണ്ടി ഉപവാസ സമരം നടത്തുകയായിരുന്നു. സ്വന്തം പിതാവിനെ ആദരിക്കാത്തവർ ഇവിടെ എന്ത് വികസനം കൊണ്ടുവരാനാണ്?
ലക്ഷോപലക്ഷം പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടുകൂടി കഴിഞ്ഞ 1 വർഷമായി ഇവിടെ നടക്കുന്ന ഈ അവകാശ സമരം കണ്ടില്ലെന്ന് നടിക്കരുത്. അദ്ദേഹത്തിന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിക്കാതെ പ്രകാശ് കോൺഗ്രസ് അടങ്ങുമെന്ന് ഇവിടെ ആരും വ്യാമോഹിക്കണ്ട. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. പക്ഷേ കറണ്ട് മേയറും BDF നേതാവുമായിരുന്ന കോതാട് ദാസന് ഞങ്ങളുടെ കുടുംബത്തോട് തന്നെ ഒരു പുജ്ഞ വരുന്നു. ഫൈനലി പിന്നെയും പണി കിട്ടിയല്ലേ? താങ്ക് യു ലൂക്ക. ഈ തടിയന്മാരെ കുറിച്ച് പൊതുവെ ഗേൾസിന് എന്താ അഭിപ്രായം? എന്നുവെച്ചോ? എന്നെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ലൂക്കാച്ച ക്യൂട്ട് അല്ലേ, ടെഡി ബെയറിനെ പോലെ. അല്ല, am I sexy? അല്ല, സെക്സി അല്ല. എന്നാ വിട്ടോ. താങ്ക്സ് ലൂക്ക. ഇത് നമ്മുടെ പാർട്ടി പെർഫ്യൂമാണ്. ഇതിന് നോട്ടിന്റെ മണമാണ്. ഇത് അടിച്ചിട്ട് എവിടെ ചെന്നാലും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടും. അടിച്ചോ. നമുക്കിനി ഇത് വേണ്ടപ്പാ. വേണമെങ്കിൽ വേണ്ടാന്നും വെക്കാം. ഇത്തവണത്തെ പ്രകാശ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആ ജോണിന്റെ മകനെന്നാ കേട്ടെ. ജോണിന്റെ മോനോ? ഒരു തടിയൻ ചെക്കൻ. എന്റെ വയറ് കണ്ട. വരട്ടെ, ന്യൂ ജനറേഷൻ വരട്ടെ. സഖാവേ, ചിന്നപ്പ് പൊടിക്കൂടെ ചിന്നപ്പ്. ഓക്കെ മതി. തെണ്ടിക്കോ പിരിവെടുത്തോ മോട്ടിച്ചോ എനിക്കറിയണ്ട. വൈകുന്നേരം ആകുമ്പോ 200 ഫ്ലെക്സ് കയറണം ടൗണില്. ബോട്ടം. യെസ് സഖാവേ. നീ എന്താ വിളിച്ചേ? സഖാവിനാ? സാറേന്ന് വിളിക്കട്ടെ. സാറേ അങ്ങനെ പറഞ്ഞു പഠിക്കണം. ഇത്തവണ നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ മത്സരിപ്പിക്കണം. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വായിക്കാം. രാജേഷ് KR, ഗ്ലിഗേഷ് മുഹമ്മദ്, ക്രിസ്റ്റി ഡാനിയൽ, രാഘവൻ മാസ്റ്റർ, ദിനീഷ് DK, രാഖി A, ക്ലിന്റൺ PJ. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. കുത്തു അരക്കാതെ മടിക്കാതെ കുത്തു സാർ. ചേട്ടനറിയില്ല, പുറത്തു കുത്തി കഴിഞ്ഞാൽ അത് കമ്പനിക്കല്ലേ. കാശ് വെക്കേ, നമുക്ക് അടുത്ത കളി കളിച്ചു നോക്കാം. വയ്ക്കേ. എടാ, നിന്റെ പുറത്ത് കാര്യമായിട്ട് കുത്താൻ തന്നെ ഞങ്ങൾ വന്നത്. എന്നെ മനസ്സിലായോടാ? ഇല്ല. നിന്റെ ഫ്രണ്ടില്ലേ നേരത്തെ പറഞ്ഞ ബ്രൂസ്ലി. നീ കുടുങ്ങിയടാ, ഇനി നിനക്ക് രക്ഷയില്ല.